ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബിന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്പ്പ് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പാവയ്ക്കയാകാം. കഴിക്കാൻ മടിയാണെങ്കിലും നിരവധി ഗുണങ്ങൾ നിറഞ്ഞതാണ് ഈ പാവയ്ക്ക. ചർമ്മത്തിലെ പാടുകൾ, മുഖക്കുരു, സോറിയാസിസ് തുടങ്ങിയവയെല്ലാം സുഖപ്പെടുത്തുന്ന ഔഷധ ഗുണമുള്ള ഒന്നാണ് പാവയ്ക്ക. പ്രമേഹമുള്ളവർക്ക് ശീലമാക്കാവുന്ന ഒരു പച്ചക്കറിയാണിത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച പാവയ്ക്ക കറിയാണ്. ഒട്ടും തന്നെ കയ്പില്ലാത്ത വളരെ രുചികരമായ പാവയ്ക്ക കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കറിവേപ്പില, വറുത്തരക്കാൻ ആവശ്യമായ ചിരകിയ തേങ്ങയും. ആദ്യം തന്നെ പാവയ്ക്കയുടെ ഉള്ളിലെ കുരുവും വെള്ളപ്പാടയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഈ ഒരു കനത്തിൽ പാവയ്ക്കയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പാവയ്ക്കയുടെ കയ്പ്പ് കളയാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി കഴുകിയെടുക്കണം. പാവയ്ക്കെല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പാവയ്ക്ക കറി പുളിവെള്ളത്തിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം പുളി ഒന്ന് കഴുകിയെടുത്തിട്ട് അല്പസമയം പൊതിരാൻ മാറ്റി വെക്കുക. കയ്പ്പയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുളിവെള്ളം ചേർക്കുന്നത്. ഈ സമയം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കുമ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരിക്കും ഇത് കാണാനായിട്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങയെല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ വറുത്ത് കൊടുക്കുക. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ജീരകം ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി വറുത്തെടുക്കണം. അധിക സമയമൊന്നും വേണ്ട, തേങ്ങ വറുത്ത് വന്നതാണ്. ഇനി ഈ ജീരകം ഒന്ന് വറുത്തെടുത്താൽ മതി. ഏകദേശം എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി ഊർന്നു വന്നിട്ടുണ്ട്. കറി താളിക്കുന്ന സമയത്ത് ഈ എണ്ണ എടുത്താൽ മതിയാവും. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഏകദേശം ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ തേങ്ങയെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കഴുകി മാറ്റി വെച്ച പാവയ്ക്കയിലേക്ക് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. സവാള, തക്കാളി, പച്ചമുളക്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊതിരാൻ വെച്ച പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറി ഒരു മധുരം വരാനാണ് ശർക്കര ചേർക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. എല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത എണ്ണ തന്നെ മതി നമുക്ക് താളിക്കാൻ. ഇനി എണ്ണ ഒന്ന് നന്നായി ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. സവാളയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കൂ. പിന്നെ അത് അവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വറുത്തരച്ച പാവയ്ക്ക കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ പാവയ്ക്കയിലെ കയ്പ്പ് നീരിലാണ് അതിൻ്റെ പോഷകങ്ങൾ മുഴുവനും ഉള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ പാവയ്ക്കയിലെ കയ്പ്പൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളെല്ലാം അടങ്ങിയിരിക്കുന്ന പാവയ്ക്കയിൽ മികച്ച ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ആസ്മ, ജലദോഷം, ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകാനും ഈ പാവയ്ക്കയ്ക്ക് കഴിവുണ്ട്. പാവയ്ക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു പച്ചക്കറി കൂടിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.